ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന എൻ്റെ വീട്ടിലെ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതപ്പോൾ ഒരാഴ്ച മുന്നേ തൊട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നിൽക്കുകയാണ്. നമ്മൾ പുൽക്കൂടൊക്കെ താഴ്ത്തുന്ന ഇറക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് പീസൊക്കെ വെച്ച് സെറ്റാക്കാനുണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് തിന വിതറാനും അത് കിളിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ നടന്നത്. തിനെല്ലാം നമ്മൾ വിതറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഓരോ വിശേഷങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മളിത് വിതറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പിടിച്ച് വരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റത്തെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുൽക്കൂടൊക്കെ കെട്ടി. നമ്മുടെ വീട്ടിൽ 3-ാം തീയതിയാണ് നമ്മുടെ വീട്ടിൽ കരോളൊക്കെ വന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളെല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മേൽക്കൂരയൊക്കെ ഞങ്ങൾ അതിനൊക്കെ ഞാൻ നിന്ന് കേട്ടോ. എനിക്ക് കുറച്ച് കുറച്ച് സഹായത്തിനൊക്കെ ഞാൻ നിന്ന്. ബാക്കിയുള്ള എല്ലാ അപ്പയും അമ്മയും തന്നെയാണ് എല്ലാം ചെയ്തത്. മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള കച്ചലൊക്കെ ഞാൻ വെച്ചു. പിന്നെ സൈഡിലേക്കുള്ളത് അമ്മ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. പിന്നെ അതേ 2 ദിവസം മുന്നേ ഉള്ളതാണിത്. 21-ാം തീയതിയിലുള്ള വീഡിയോ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പുല്ല് എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രീ സാധാരണ പോലെ പച്ചയല്ല, വെള്ളയാണ്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഇത് നമ്മുടെ സാധനങ്ങളെല്ലാം ട്രീയിൽ തൂക്കാനുള്ള എല്ലാ ഐറ്റംസും ബോൾസും കാര്യങ്ങളും മണിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട അമ്മ സൈഡിൽ നിന്ന് സഹായിക്കുന്നുണ്ട്. അമ്മ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം അപ്പോൾ ലൈറ്റ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഈ ബോൾസിൻ്റെ ഇടയിൽ കൂടി ലൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനായിട്ടൊക്കെ പാടല്ലേ. അതിൻ്റെ പുറകെ വട്ടമൊക്കെ നടക്കണ്ടേ, അതൊക്കെ പാടായതുകൊണ്ട് അപ്പോൾ നേരത്തെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മുടെ പുൽക്കൂടിലും കുറച്ച് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോഴാണ് നമ്മുടെ ഇലക്ട്രീഷ്യൻ എല്ലാ കാര്യങ്ങളും ലൈറ്റിൻ്റെ എല്ലാ പരിപാടികളും അപ്പോൾ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാർ തെളിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് റെഡിയാക്കാനായിട്ടൊക്കെ കയറിയതാണ്. ഇത്രയും വലിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അപ്പനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല മോശമല്ല. അതുകൊണ്ട് എൻ്റെ അപ്പയാണ് എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എന്തായി? എല്ലാ വിശേഷങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. അപ്പോൾ അമ്മയും കൂടി കഥയൊക്കെ പറഞ്ഞ് പട്ടണങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടോ, അവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കിതിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീ ആണ്. പുൽക്കൂട് ഇഷ്ടമല്ലെന്നല്ല, പുൽക്കൂടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ട്രീ ആണ് ആ വൈറ്റ് ട്രീയിൽ. ആ ലൈറ്റ് എല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. പിന്നെ നമ്മുടെ വീട്ടിൽ കരോൾ വരുന്ന ദിവസം, അതായത് ലാസ്റ്റ് ഡേ, അന്നത്തെ ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തിനയൊക്കെ വിതറിയതിൻ്റെ സൈഡിലൊക്കെ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. പുൽക്കൂട്ടിൽ ഉണ്ണീശനെ വെച്ചിട്ടുണ്ട്. ആ പുൽക്കൂടിൻ്റെ പൊക്കത്തൊക്കെ കുറേ ലൈറ്റൊക്കെ വിതറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ബലൂൺസ് സ്റ്റാർ എല്ലാം തൂക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.